ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു ബർത്ത്ഡേ ക്യാപ്പിനെ റീയൂസ് ചെയ്ത് ഒരു ബോ ആക്കി മാറ്റാമെന്നുള്ള ഒരു ഐഡിയ ആട്ടോ. അപ്പം നമ്മുടെ ബോയുടെ അളവിന് നമ്മൾ ഈ ഗ്ലിറ്റർ ഷീറ്റിനെ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ പോംപോംസിനെയും മാറ്റിയെടുത്തിട്ട് വരാം. അപ്പം നമ്മളിതാ നമ്മുടെ ബോയുടെ അളവിനനുസരിച്ച് നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റിനെ കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ 2 പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടി വന്നത്, കാരണം നീളം കുറവായതുകൊണ്ടാട്ടോ. പിന്നെ നമ്മുടെ പോംപോംസിനെയും മാറ്റിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ B6000ൻ്റെ ഗ്ലൂ യൂസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഷീറ്റിനെ നമ്മുടെ ഈ ബോയിലോട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബോയിൽ കുറച്ച് പോർഷൻ, ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നില്ല, കുറച്ച് പോർഷൻ വീതം ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഷീറ്റിനെ ഇതുപോലെ നമ്മുടെ ബോയിലോട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുത്തേച്ച് വരാം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ബർത്ത്ഡേക്കൊക്കെ ഇതുപോലത്തെ ക്യാപ്പൊക്കെ കുഞ്ഞുങ്ങൾക്ക് മേടിക്കാറുണ്ടല്ലോ, അതിനെയൊക്കെ നമുക്ക് ഇതുപോലെ റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളിതാ ഇവിടെ ഫുൾ കവർ ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോംപോംസിനെ ഇതിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബോയുടെ എൻഡിലായിട്ട് ഇതുപോലെ എൻ്റെ ഒരു 4 വിരലിൻ്റെ കൈയളവ് വിട്ടതിന് ശേഷമുള്ള പോർഷനാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് പോംപോംസിനെ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം നല്ലവണ്ണം കുറച്ച് പോർഷൻ, അതായത് ഫുള്ളായിട്ട് കവർ ചെയ്യരുത്. നമ്മുടെ ഈ B6000ൻ്റെ ഗ്ലൂ അല്പം മാത്രം ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ആ പോർഷനിൽ നമുക്ക് ഈ പോംപോംസിനെ ഓരോന്നായിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നോക്കുക കേട്ടോ, നമ്മുടെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇളകിപ്പോരും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും മറ്റെന്തെങ്കിലും ഗ്ലൂ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ ശ്രമിച്ചു നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ടാണ് നിങ്ങളടുത്ത് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഈ ബോയിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മുടെ പോംപോംസിനെ അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ എതിർവശത്ത് ഞാൻ എൻ്റെ ഒരു 4 വിരലിൻ്റെ കൈയളവ് വിട്ടതിന് ശേഷമുള്ള പോർഷൻ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെയും കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ പോംപോംസിനെ അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ബോ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള ഐഡിയാസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു ബോയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പുറത്തൊക്കെ നമ്മൾ മേടിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാശ് കൊടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് വളരെ എളുപ്പം വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മളിവിടെ ബോ മാത്രമല്ല, ഇതിന് യോജിക്കുന്ന രീതിയിൽ സെയിം ഇതേപോലെ തന്നെ ഒരു 2 അലിഗേറ്റർ ക്ലിപ്പ് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ അതേ അളവിന് നമ്മൾ ഗ്ലിറ്റർ ഷീറ്റിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് B6000ൻ്റെ ഗ്ലൂ നമ്മുടെ ഈ അലിഗേറ്റർ ക്ലിപ്പിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിനെ അതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് നല്ലോണം ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടാമത്തെ അലിഗേറ്റർ ക്ലിപ്പിനെയും നമുക്ക് ഫിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡ് പോർഷനിലായിട്ട് വീണ്ടും നമ്മൾ B6000ൻ്റെ ഗ്ലൂ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ പോർഷനിലാണ് നമ്മളിവിടെ പോംപോംസിനെ വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു പോംപോം മാത്രമേ ഇതിൻ്റെ എൻഡിലായിട്ട് വെക്കുന്നുള്ളൂ. 2 എണ്ണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് ഫുള്ളായിട്ട് കവറായി പോകും. അപ്പോൾ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാകത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത്. അപ്പം നമ്മുടെ രണ്ടാമത്തെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെയും എൻഡ് പോർഷനിലായിട്ട് നമ്മൾ ഒരു പോംപോം വെച്ച് ഇതുപോലെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കിത് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലും ഭംഗിയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.